ഇനി ആവർത്തിക്കാൻ പാടില്ല. എന്തു വില കൊടുത്തും രാജ്യത്തെ കാക്കാൻ ഉറച്ചാണ് മോദി സർക്കാർ നീങ്ങുന്നത്. സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യ 100 മുതൽ 150 ഉപഗ്രഹങ്ങൾ കൂടി വിക്ഷേപിക്കുവാനൊരുങ്ങുകയാണ്. നിലവിലുള്ള 55 ഉപഗ്രഹങ്ങളുടെ കൂട്ടം വിശാലമായ കരയും തീരപ്രദേശവും നിരീക്ഷിക്കുന്നതിന് പര്യാപ്തമല്ല എന്ന് കണ്ടാണ് ഈയൊരു നീക്കം. അതിർത്തി സുരക്ഷയ്ക്കും തീരദേശ നിരീക്ഷണവും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി അടുത്ത 3 വർഷത്തിനുള്ളിൽ ഇന്ത്യ 100 മുതൽ 150 വരെ ഉപഗ്രഹങ്ങൾ കൂടി വിക്ഷേപിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ അറിയിച്ചു. കൂടുതൽ ശക്തമായ ഒരു ഉപഗ്രഹ ശൃംഖലയുടെ ആവശ്യകത എടുത്തു കാണിച്ചുകൊണ്ട് ബഹിരാകാശ വകുപ്പിന്റെ സെക്രട്ടറി കൂടിയായ നാരായണൻ ഉപഗ്രഹങ്ങളുടെയും വിക്ഷേപ വാഹനങ്ങളുടെയും വികസനത്തിൽ സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബഹിരാകാശ മേഖലയിലെ പരിഷ്കാരങ്ങളെ പ്രശംസിച്ചു. കാശ്മീരിൽ പെൽഗാമിൽ 26 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട ഭീകരാക്രമണത്തെ തുടർന്ന് ഇസ്രോയ്ക്ക് സ്വീകരിക്കാൻ കഴിയുന്ന നടപടികൾ എന്താണെന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ചെന്നൈ ആസ്ഥാനമായുള്ള കാവേരി ആശുപത്രി അവതരിപ്പിച്ച തലച്ചോറിലെയും നട്ടെല്ലിലെയും ശസ്ത്രക്രിയകളിൽ സ്റ്റെൽത്ത് നാവിഗേഷനായി രൂപകൽപ്പന ചെയ്ത നൂതന AI പവേർഡ് OARM റോബോട്ടിക് സിസ്റ്റത്തിന്റെ ഉദ്ഘാടന വേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുരക്ഷാ സംബന്ധിയായ സംരംഭങ്ങൾ വിശദീകരിക്കുന്നതിനൊപ്പം ISROയുടെ സമീപകാല സാങ്കേതിക മുന്നേറ്റങ്ങളെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളും അദ്ദേഹം പങ്കുവച്ചു. ഈ ആഴ്ച ആദ്യം ഇന്ത്യ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് SPADEX ദൗത്യത്തിന് കീഴിലുള്ള ഉപഗ്രഹങ്ങളുടെ രണ്ടാമത്തെ ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സാറ്റലൈറ്റ് ഡോക്കിംഗ് പ്രവർത്തനങ്ങൾ നടത്താൻ പ്രാപ്തിയുള്ള അമേരിക്ക, റഷ്യ, ചൈന എന്നിവയുൾപ്പെടെ തിരഞ്ഞെടുത്ത രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തുന്ന നേട്ടമാണിത്. 2024 ഡിസംബർ 30-ന് PSLV C60 വഴി വിക്ഷേപിച്ച SPADEX ദൗത്യം ജനുവരി 16-ന് ആദ്യം ഡോക്കിംഗ് നടത്തുകയും മാർച്ച് 13-ന് അൺഡോക്കിംഗ് നടത്തുകയും ചെയ്തു. ബഹിരാകാശത്ത് ഇന്ത്യയുടെ ഉപഗ്രഹ സേനാ ശേഷി കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് രണ്ടാമത്തെ ഡോക്കിംഗ് കഴിഞ്ഞ ആഴ്ച പൂർത്തിയായി. കാലാവസ്ഥാ വ്യതിയാനം പഠിക്കുന്നതിനായി ഒരു ഉപഗ്രഹം വികസിപ്പിക്കുന്നതിലും ISRO ശാസ്ത്രജ്ഞർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നാരായണൻ പറഞ്ഞു. അന്താരാഷ്ട്ര സഹകരണം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് G20 രാജ്യങ്ങളുടെ ആവശ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ ഉപഗ്രഹത്തിന്റെ പേലോഡിന്റെ ഏകദേശം 50% ഇന്ത്യ സംഭാവന ചെയ്യും. ശേഷിക്കുന്ന ഘടകങ്ങൾ മറ്റ് G20 അംഗരാജ്യങ്ങൾ വികസിപ്പിക്കുമെന്ന് കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്താതെ അദ്ദേഹം അറിയിച്ചു. ഇതേ പരിപാടിയിൽ കാവേരി ആശുപത്രിയുടെ സഹസ്ഥാപകനായ ഡോക്ടർ അരവിന്ദൻ സെൽവരാജ് നൂതന തലച്ചോറ് നട്ടെല്ല് ശസ്ത്രക്രിയകൾക്കായി രൂപകൽപ്പന ചെയ്ത AI പവേർഡ് റോബോട്ടിക് സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തി. ഈ ഒരു സമീപനം ചെലവ് കുറഞ്ഞതാണെന്നും രോഗികളുടെ ഡേറ്റ സൂക്ഷിക്കാൻ ഇത് പ്രാപ്തമാക്കുമെന്നും അതുവഴി കൂടുതൽ ഫലപ്രദമായ ശസ്ത്രക്രിയകൾ നടത്താൻ സാധിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.